പോക്കുവെയിൽ കൊണ്ട് പൊന്നാവാൻ വേണ്ടി വന്നതൊന്നല്ല കേട്ടോ. ഇത് ഭാരതപ്പുഴയുടെ ഒരു പ്രത്യേക പോയിൻ്റാണ്. ഷൊർണൂർ വരയ്ക്കും ഭാരതപ്പുഴ പടിഞ്ഞാട്ടൊഴുകി ഈ ദേശമംഗലത്തു നിന്ന് കാരക്കാട് വരയ്ക്കും ഈ പുഴ വടക്കോട്ടാണ് ഒഴുകുന്നത്. അങ്ങനെ കാരക്കാട് നിന്ന് നേരെ പൊന്നാനി വരയ്ക്കും പടിഞ്ഞാട്ടും. അപ്പോൾ ഭാരതപ്പുഴ അതിൻ്റെ യാത്രയിൽ ഗദ്യമാറി ഒഴുകുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഇപ്പുറത്താണ് ഉണ്ടായ എൻ്റെ ദേശം. ഇങ്ങനെ വൈബായ ഒരു സ്ഥലത്ത് നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ വൈറലാവുമെന്നാണ് എൻ്റെ മനസ്സിലുള്ളൊരു ധാരണ. ആ ഒരു ധാരണയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സ്വാതി ഇവിടായിലേക്ക് സ്വാഗതം. ഏവർക്കും സ്വാഗതം എന്ന് പറയുമ്പോൾ ഞാൻ ഉന്നം വയ്ക്കുന്നത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള യുവതിയുവാക്കളെയാണ്. ഒരു ദിവസം രാത്രി ഒരു 10-11 മണിക്ക് മകൻ മിഥുൻ മോഹൻ്റെ ഒരു കോൾ. അച്ഛനുറങ്ങിയോ? ഞങ്ങൾക്ക് ഈ അച്ഛനും മകനും തമ്മിൽ സാഹിത്യത്തിൻ്റെയും സാംസ്കാരികപരമായിട്ടൊക്കെ ചില അസുഖങ്ങളുള്ളത് കൊണ്ട് മിക്കവാറും അവൻ രാത്രിയിലാണ് വിളിക്കുക. അങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾ കുറച്ച് രാഷ്ട്രീയവും സാഹിത്യമൊക്കെ ഒരു 1.5 മണിക്കൂറുകളൊക്കെ ചിലപ്പോൾ ചർച്ച ചെയ്യും. അങ്ങനെ അതിൻ്റെ കുനിട്ടും കുന്നായ്മൊക്കെ കഴിഞ്ഞ ശേഷം അവനോട് ചോദിച്ചു, അല്ല, അച്ഛനെതിരെ നമ്മുടെ കുടുംബത്തിൽ ഒരു അധോലോക സംഘം പ്രവർത്തിച്ചു വരുന്ന ഒരു അച്ഛനറിയോ? ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞു? അതല്ല, സത്യമാണ് അച്ഛാ. അച്ഛനെതിരെ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവരതിൽ എന്നെയും കണ്ണിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ വളച്ചേട്ടേണ്ട കാര്യം പറയൂ. അല്ലാതെ വളച്ചേട്ടി പറയേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ കാര്യം എന്താ വെച്ചാൽ പറയുന്നു. അല്ല, അച്ഛനെ അവരൊന്ന് ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അച്ഛന് പൊന്നാട നൽകി, അച്ഛന് ചില പാരിതോഷികങ്ങളൊക്കെ നൽകി ഒന്ന് ആദരിക്കാനാണ് ഒരു തീരുമാനം. അതിനൊരു സംഘാടക സമിതിയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നെയും എനിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ വെച്ചാൽ എന്താവശ്യത്തിന്? അച്ഛൻ്റെ 60ാം പിറന്നാളാണ് വരാൻ പോകുന്നത് എന്നുള്ള വിവരം അച്ഛൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ല. പൊതുവെ എൻ്റെ പിറന്നാളുകൾ ഈ ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ ഓർമ്മയിൽ അവർ കുത്തിപ്പൊക്കിയിട്ട് വരുന്നത്. അതിന് മുമ്പൊന്നും ഇല്ല. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പിറന്നാൾ ആഘോഷിക്കുന്നത് വിവിധ രീതികളിലാണ്. കുട്ടികൾക്കാണ് പിറന്നാൾ. മുതിർന്ന കഴിഞ്ഞാൽ പിന്നെ പിറന്നാളില്ല. പിന്നെ 70 വയസ്സ് കഴിഞ്ഞാലാണ് പിന്നത്തെ പിറന്നാൾ. അതായത് കുട്ടികളുടെ പിറന്നാൾ ആഘോഷിക്കാനുള്ളൊരു കാരണം അവരുടെ ഈ വളർച്ച, ഈ ശൈശവം, കൗമാരം, യൗവനം, അങ്ങനെയുള്ള ഘട്ടങ്ങൾ അവരറിയണം. ഓരോരോ ഘട്ടങ്ങളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർക്കൊരു ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യത്തിലേക്ക് അവരുടെ വയസ്സ് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ പിറന്നാളുകൾ ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ യൗവനയുക്തരായവർ അവനവൻ്റെ പിറന്നാൾ ആഘോഷിക്കേണ്ടതെന്നൊക്കെ അവനവൻ തീരുമാനിക്കണം. കുടുംബത്തിൽ അങ്ങനെ ഒരു തീരുമാനമില്ല. 70 വയസ്സിന് കഴിഞ്ഞാൽ പിന്നെ എന്താ ഈ പിറന്നാൾ ആഘോഷിക്കാൻ ഒരു കാരണം എന്ന് വിചാരിച്ചെന്ന് പിന്നെ അവരെ ആഘോഷിക്കേണ്ടതുണ്ട്. കാരണം ചിത്രഗുപ്തൻ്റെ കണക്ക് പുസ്തകത്തിൽ പേരൊക്കെ വന്ന് അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നൊരു സമയമായി ഉണ്ടാവും. അപ്പോൾ അത് ആഘോഷിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. പക്ഷെ എൻ്റെ ഈ 60ാം പിറന്നാളിൽ ഇങ്ങനെ ഒരു ഗൂഢസംഘം രൂപപ്പെട്ടു വന്നിട്ടുള്ളതെന്നുള്ളത് വളരെ രസകരമായി തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചടാ, അത് നല്ലതല്ലേ? എൻ്റെ ഷഷ്ടി പൂർത്തി, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ എല്ലാ പിറന്നാളും ആഘോഷിക്കുന്ന പോലെയല്ല ചില വീട്ടുകാർ പിറന്നാൾ 60ാം പിറന്നാൾ ആഘോഷിക്കുക, ഷഷ്ടി പൂർത്തി ആഘോഷിക്കുക. അപ്പോൾ കുറച്ച് നാട്ടുകാരൊക്കെ വിളിക്കും, ബന്ധക്കാരൊക്കെ വിളിക്കും. അവരൊക്കെ അറിയിച്ചാൽ പട്ടും വളയൊക്കെ തരും. അതൊക്കെ ഫേസ്ബുക്കിൽ വൈറലാവും. അച്ഛനും ഭയങ്കര സന്തോഷമാവും. പക്ഷേ ആ പൊന്നാട എണീക്കലുണ്ടല്ലോ, അതൊരു റിഹേഴ്സലാണ്. അത് അച്ഛൻ മനസ്സിലാക്കണം. അത് അധികം ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ വെച്ചാൽ എന്ത് റിഹേഴ്സൽ? ആ പൊന്നാട ഒരു 3ാം കണ്ണാണ് അച്ഛനത്. 3ാം കണ്ണ് കഴിഞ്ഞാൽ തൃക്കണ്ണല്ല, ഒരു CCTV അച്ഛനെ പുതപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ പറയുന്നത് അച്ഛൻ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ല, മിക്കവാറും അത് അച്ഛൻ്റെ ഭാര്യയിൽ നിന്നായിരിക്കും തുടങ്ങുക. അതായത് എൻ്റെ അമ്മയെന്നൊക്കെ ആയിരിക്കും തുടങ്ങാൻ സാധ്യത. ആദ്യത്തെ ഡയലോഗ് ഇങ്ങനെ ആയിരിക്കും, 10-60 വയസ്സായിട്ട് മിണ്ടാണ്ടിരുന്നോളൂ അവിടെ. അങ്ങനെ വരിക. 10-60 വയസ്സായിട്ട് ഈ മനുഷ്യനെ അങ്ങോട്ട് പറഞ്ഞേക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? 10-60 വയസ്സായിട്ട് നിങ്ങളെന്തിനാണ് അത്ര ദൂരമൊക്കെ പോകേണ്ട ആവശ്യം? ഒന്നുമില്ല, 10-60 വയസ്സായില്ലേ അയാൾക്ക്, അതെങ്കിലും അയാൾ ഓർക്കണ്ടേ? അല്ല നമ്മൾ ഇങ്ങനെ ഈ 10-60 വയസ്സ് എന്നുള്ള ഈ വയസ്സുണ്ടല്ലോ, ഇത് വല്ലാത്തൊരു ഭാരമായി
അച്ഛനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ അടിമത്തത്തിലേക്ക് നീങ്ങുന്ന ഒരു ടേണിംഗ് പോയിന്റിലാണ് അച്ഛൻ നീങ്ങുന്നത്. അച്ഛൻ അറിയാതെ ഒരു അടിമത്തത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് വേണോ എന്നാണ് അച്ഛൻ ആലോചിക്കേണ്ടത്. കാരണം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഇപ്പോൾ ഞാൻ പോലും ചിലപ്പോൾ പറയും, എന്തിനാ അച്ഛനെ അങ്ങോട്ട് വിട്ട്? അതൊക്കെ ബുദ്ധിമുട്ടാണ്. അച്ഛന് ഒരു ബൈക്ക് എടുത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. അച്ഛന് കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണ്. ഏകദേശം ഒറ്റയ്ക്കൊക്കെ തന്നെയാണ് അച്ഛൻ പോകാറുള്ളത്. അപ്പോഴൊക്കെ ഈ 60 വയസ്സിൻ്റെ ഫോണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളെവിടെ? കുട്ടികളൊന്നും അത്ര ദൂരത്തേക്കൊന്നും പോകണ്ടെന്ന് എന്നോട് പറഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യണം. 50 വയസ്സിന് മേലെ ഒരാൾക്കും വയസ്സാവുന്നില്ല, അല്ലെങ്കിൽ ആർക്കും വയസ്സായില്ലെങ്കിൽ അച്ഛന് വയസ്സാവില്ല എന്ന് അച്ഛൻ തീരുമാനിക്കണം. മറ്റുള്ളവരെന്താ ചെയ്തോട്ടെ. അതായത് സർക്കാർ രേഖകളിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ 1 വയസ്സറിയിക്കണേ കൊണ്ട് കുഴപ്പമില്ല. 19 വയസ്സ് വരേക്കൊക്കെ വെണ്ണാപ്പാട് വെട്ട് പച്ചവെള്ളം കടിച്ച് ചവച്ച് ജീവിച്ച് ശാന്തി സമാധാനമായിട്ട് പോകുന്ന ആളുകൾ ആ വഴിക്ക് അങ്ങനെ പോയിക്കോട്ടെ. അവർക്ക് സ്വാതി ബടായി നല്ല ആശംസകൾ അറിയിക്കുന്നു. പക്ഷേ സ്വാതി ബടായി സ്വാഗതം ചെയ്യുന്നത് ഒന്ന് കുരുത്തക്കെടാൻ തീരുമാനിച്ചിട്ടുള്ള 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള യുവാക്കളെയും യുവതികളെയുമാണ്. കാരണം ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും. പെൻഷനുള്ളവർ അങ്ങനെ സാമ്പത്തിക വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മേലെ ഈ ജാതി വയസ്സിൻ്റെ കടന്നുകയറ്റങ്ങൾ ധാരാളമുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സ്വാതി സംസാരിച്ചു തുടങ്ങുന്നത്. ഓർക്കുക, നടന്ന് കാണുന്നതൊന്നും കിടന്ന് കാണാനാവില്ല.